അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഫിഷ് പാർക്ക് അല്ല, മറൈൻ വേൾഡ് കേട്ടാ. മറൈൻ വേൾഡിലേക്കാണ് വന്നേക്കണം. നമ്മളിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. മെർമെയ്ഡ് ഉണ്ടല്ലോ അവിടെ. ഗ്രേസ് കുഞ്ഞിതായിരുന്നപ്പോ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 2 വർഷം 3 വർഷം മുമ്പല്ല ഞങ്ങൾ വന്നത്. അപ്പൊ വീണ്ടും ഗ്രേസിന് ഓർമ്മയൊക്കെ വന്നതിന് ശേഷം ഒന്നുകൂടി കാണാനായിട്ട് വന്നേക്കണം. അന്ന് ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ഞങ്ങളിതേ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കാറിൻ്റെ ഉള്ളിൽ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങളിങ്ങനെ കണ്ടു തുടങ്ങി. എല്ലാവരും ഞാൻ വീഡിയോ കൂടെ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പോയേക്കണതിൻ്റെ വീഡിയോ ചെയ്തേക്കുന്നതാണ്. വൈറ്റ് വ്ളോഗ്സിലാണെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടേക്കണേ. അതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ആവണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാത്തത്. പിന്നെ വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഗ്രേസ് കുഞ്ഞായിരുന്നു. ഗ്രേസിന് അതൊന്നും ആസ്വദിക്കാനുള്ള ആ ഒരു ഇതായിണ്ടായില്ല. പക്ഷെ ഇപ്പം ശരിക്കും ഗ്രേസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ മീനുകളെ കാണുമ്പോഴും ചെറിയ മീനുകളൊന്നും ആൾ മൈൻഡ് ചെയ്യണില്ല കേട്ടോ. വലിയ മീനുകളൊക്കെ കാണുമ്പോൾ ആടെ മൂത്തുണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷൻ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതേപോലുള്ള ഓരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും മീനുകളുണ്ട്. പക്ഷെ മീനുകളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആ പ്രതിമകളൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ട് എനിക്ക് വലിയൊരു പ്രത്യേകതയൊന്നും ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ മൈൻഡിൽ അതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ ഈ ഫിഷ് സ്പായൊക്കെ ചെയ്യാനായിട്ട് ഫിഷ് സ്പാ ഒക്കെ ചെയ്യാനായിട്ട് അന്നൊന്നും ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ നിറയെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്രാവ് ഷാർക്കിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ചെറിയ ഷാർക്കായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ വലിയ ഷാർക്കായിട്ട് തോന്നി. പല അക്വേറിയങ്ങൾ നമ്മുടെ നാട്ടിൽ വരെയും പോവുകയും പല അക്വേറിയം ഷോപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഷാർക്കിനെ അങ്ങനെ അധികം എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഷാർക്ക് എനിക്ക് എന്തായാലും ഒരു പുതുമ തോന്നിയൊരു സാധനമാണ്. അവൻ്റെ ആ ഒരു വരവ് കണ്ടില്ല, അതന്നെ ആ ഒരു വളഞ്ഞിങ്ങനെ ഒരു വരവും. ഒരു 2-3 ഷാർക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം സൈസായിട്ടും ഉണ്ട് ഷാർക്കുകളൊക്കെ. ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു ഇവർ ഈ ഗ്ലാസ്സുമേയൊക്കെ ഒന്ന് ഇങ്ങനെ അടിക്കില്ലേ, പുറത്തേക്ക് ചാടാൻ നോക്കില്ലേ എന്നൊക്കെ. എന്തെന്ന് അറിയില്ല. എന്തായാലും അവർ നല്ല സേഫായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഗ്രേസ് അതിനൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു ഹാപ്പി മൂഡിലാണ് ഗ്രേസ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കണ്ട് പോവുകയാണ്. അപ്പോൾ ഓരോ പ്രത്യേകതരം മീനുകളെ പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ഒരു അക്വേറിയങ്ങളുടെ ഉണ്ട്. ഈ അക്വേറിയത്തിൻ്റെ അല്ല, ഇതേപോലെ പല അക്വേറിയങ്ങളും അവിടെ ഉണ്ട്. അതിലത്തെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ക്ലിയർ, അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കുറേ ഏരിയ വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ പല അക്വേറിയങ്ങളും. എല്ലാ അക്വേറിയം അല്ല, പക്ഷെ പല അക്വേറിയങ്ങളും നല്ല ക്ലീനാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ മീനുകളിങ്ങനെ കണ്ട് അവിടെ നോക്കി നിന്ന് പോകാൻ തോന്നും കുറേ നേരം. അപ്പം ഞങ്ങളങ്ങനെ മീനുകളെയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. കുറേ ഷാർക്കിന്റെ കുഞ്ഞുങ്ങള് മനുഷ്യന്റെ തലയോട്ടിയില്ലേ? ആരത്? നല്ല വിളിച്ചടിക്കണ്ടോ? നേരെ പോ. കണ്ടാ ഗ്രേസിനേക്കാളും വലിയതാണ്. എന്നുണ്ടാ ശരിക്കും ഗ്രേസിനേക്കാളും വലിയ അപ്പഴ നല്ലോണം വിളിക്കും. അപ്പം അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് പുറത്തിറങ്ങി. നീ ഇവിടെ നിന്ന് ഇരുന്നേ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായ? ഫിഷിനെയൊക്കെ കണ്ട?
ഇത് കളിക്കുന്ന പാർക്കല്ലേ, നമുക്ക് അവിടെ പോയി മീൻ തീറ്റ കൊടുത്ത് പോരാം. അപ്പം മറ്റേ മീൻ തീറ്റ കൊടുക്കാൻ പോണ്ടേ? തീറ്റ കൊടുക്കണ്ടേ? വാ തീറ്റ കൊടുത്തിട്ട് പോവാം നമുക്ക്, എന്നിട്ട് കളിക്കാം. ഇവിടെ കളിക്കാനോ വന്നേക്കണം കേട്ടോ. വേർത്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, വേർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ മീനെ തീറ്റ കൊടുക്കണേക്കാളും കൂടുതൽ മീൻ നമ്മുടെ ജോസഫ് ഡോക്ടറിൻ്റെ ഫാമിലുണ്ട് കേട്ടോ. പാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു ദിവസം അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. ഗ്രേസ് വേണേടാ അപ്പോഴും ഇവിടെ നമുക്ക് ഒരു ദിവസം പോവാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഗ്രേസിനെ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ പോവാം. അപ്പഴത്തെ താടിയെന്ന് ഇനിയും കൊണ്ടായിക്കോട്ടെ, നീ തരാം. രണ്ടുപേരും എൻ്റെ താടി നിന്നുകൊണ്ടിരിക്കുക ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. പോയിക്കോ പോയിക്കോ കോഴിക്കോട്. വേണോ ഞങ്ങൾ ഓടും. ഗ്രേസിന്റെ തലയിലുണ്ട് ഒരാള്. അപ്പൊ ഇനി ഞങ്ങള് മീൻ തീറ്റ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ കാണിച്ചു തരാം. അതെ ഒരെണ്ണപ്പ കാണിച്ചു തരാം. അവരിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് അവരെ അടുത്തോണ്ടിട്ട് ഒറ്റ ഇടല് കണ്ട. ബാ 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 ഓടിയാ ഓടിയാ. ഹലോ പൈസ അതേ ആൾക്കാർ വന്നിട്ടുണ്ട്. തിന്നുപോയി. അങ്ങനെ ഞാനും ഗ്രേസും നമ്മുടെ മറൈൻ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങി. ആ ഗ്രേസ് സന്തോഷമായ? ഹാപ്പി ആയ? അതെ, ഞാൻ ഇച്ചിരി വെള്ളം കൂടിയൊക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ്, നമ്മുടെ മുന്നിൽ തന്നെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഗ്രേസ് പോയാലോ? നമുക്ക് പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാം കേട്ടോ. വയ്യാണ്ടായി വെച്ച്. ചൂടെന്ന് പറഞ്ഞാൽ ചൂട് ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടാണ്. വേർത്തിട്ട് ഷർട്ടിൻ്റെ തൊക്കെ ഇതൊക്കെ നനഞ്ഞ് ഒട്ടിയിരിക്കുകയാണ്. അമ്മേ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകി വീണോണ്ടിരിക്കുകയാണ് മേത്തുനിന്ന്. എന്നാലും ഗ്രേസ് ഹാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഹാപ്പി അല്ലേ? ഇവിടെ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഫാം വില്ലയുടെ നോട്ടീസ് കിട്ടിയിട്ടോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പോയിണ്ടായ ഫാം വില്ലയുടെ പഞ്ചവടി ബീച്ചിൻ്റെ സൈഡിൽ തന്നെ 150 രൂപ എൻട്രി ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല സ്ഥലമുണ്ടോ, അടിപൊളിയാണ്. ഇവിടെ വന്നവർ എന്തായാലും ഫാം വില്ലയും പോയി കാണണം. കാരണം ഇവിടുത്തെ എക്സ്പീരിയൻസ് വേറെ, അവിടുത്തെ എക്സ്പീരിയൻസ് വേറെയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.
ഇന്ന് ശരിക്കും ടയർഡായി പോയിട്ടോ. നമ്മൾ പുറത്തൊന്നും ഇറങ്ങാണ്ടി എന്നിട്ട് ഈ ചൂടും കൂടിയായ കാരണം ആകെ എന്തോ പോലെ. ഗ്രേസിന് എങ്ങനെയുണ്ട്? സൂപ്പർ. വയ്യാണ്ടായാ? വയ്യാണ്ടായ എൻ്റെ വെച്ചിന്? വണ്ടി ചൂട് നമ്മൾ വെയിലത്ത് കിടക്കായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.